സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ ഉറങ്ങിക്കിടക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം ശ്യാമ അഖിലിനെ സ്വപ്നം കാണുവാണ്. അന്ന് രാത്രി അഖിൽ മരണപ്പെട്ട രാത്രി ഉണ്ടല്ലോ, ആ കാര്യങ്ങളും തൻ്റെ കൺമുമ്പിൽ കിടന്ന് അഖിൽ സാറ് മരിച്ചതും അതൊക്കെ സ്വപ്നം കണ്ട് പെട്ടെന്ന് രാജിക്ക് എന്നും പറഞ്ഞ് നെട്ടി അലറി വിളിച്ച് എണീക്കുവാണ്ടോ ശ്യാമ. ഈ സമയം ശ്യാമയുടെ ബഹളമൊക്കെ കേട്ടിട്ട് അമൃതയും ആരതിയൊക്കെ റൂമിലേക്ക് ഓടി വരുക. ചെറിയമ്മ വാതിൽ തുറക്ക് എന്നും പറഞ്ഞ് അവർ വാതിൽ കൊട്ടുവാണ്. ഈ സമയം ശ്യാമ വന്ന് വാതിൽ തുറക്കുവാണ് കേട്ടോ. ശ്യാമക്കാണെങ്കിൽ തീരെ വയ്യ, വല്ലാതെ തളർന്ന് ആവശ്യമായിട്ട് നിൽക്കുക. എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റും, ചുറ്റു ശത്രുക്കളാണ് അവളുടെ പിന്നാലെ, അവളുടെ ജീവൻ എടുക്കാൻ അവർ നടക്കുന്നത്. ഏട്ടത്തി, എൻ്റെ അഖിൽ സാറിനെ ഞാനിപ്പോൾ സ്വപ്നം കണ്ടു. അഖിൽ സാറിനെ അവരെല്ലാവരും എൻ്റെ കൺമുമ്പിട്ട് കൊന്നതുപോലെ അവരെൻ്റെ മോളെ ഇല്ലാതാക്കും. എനിക്കത് കണ്ടു നിൽക്കാൻ വയ്യ ഏട്ടത്തി. എൻ്റെ ജീവിതത്തിൽ ചോറ് തെറിക്കുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ നിന്ന് കണ്ടതാ. ഇനി അതുപോലെ എൻ്റെ മോളും കൂടി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ തകർന്നു പോകും ഞാൻ. മോളെ ആരതി, എൻ്റെ രാധിക മോളെ എങ്ങനെയും രക്ഷിക്കണം. നീയുള്ളതാ എൻ്റെ ധൈര്യം. അഖിൽ സാർ, നമ്മളെ മോളെ വിട്ട് എങ്ങും പോകല്ലേ, അവളെ രക്ഷിക്കണം അഖിൽ സാർ എന്നൊക്കെ പറഞ്ഞ് എന്ത് പിച്ചിമ്പയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് കേട്ടോ ശ്യാമ. അങ്ങനെ പെട്ടെന്ന് സംസാരത്തിനിടയിൽ അവിടെ തളർന്നു വീഴുന്നുണ്ട്. അങ്ങനെ ശ്യാമയുടെ അവസ്ഥ കണ്ട് ആകെ ടെൻഷനിൽ നിൽക്കുവാണ് അമൃതയും ആരതിയൊക്കെ. അവരോടനെ തന്നെ ശ്യാമയും പൊക്കി ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും മുത്തശ്ശി, എങ്ങനെ നമ്മൾ പൈസ കണ്ടെത്താനാ? നമ്മുടെ മുമ്പിലുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അച്ഛനോടും അമ്മയോടും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ അവരും പൈസ തരില്ല. ഈ നാട്ടിൽ മറ്റാരോടെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അന്നേരം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും നമ്മളിനി രണ്ടും കൽപ്പിച്ചതിനോട് തീരുമാനം എടുക്കണം. അവർ നിന്നെ ഒരു കാലത്ത് സഹായിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ നിനക്ക് അങ്ങനെ ഒരു അച്ഛനും അമ്മയും? എന്താണെങ്കിലും ഇന്നത്തോടെ ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും അവരെ വേണ്ട, അത്ര തന്നെ. നീ വന്നേ, ഇപ്പം തന്നെ സംസാരിക്കണം ദേവനോട്. അല്ല മുത്തശ്ശി, ഈ രാത്രിയിലോ? അതിനെന്താ, നമ്മുടെ ആവശ്യമാണ്. നമുക്കിനി നേരവും കാലമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ രാത്രിയിൽ തന്നെ ഇതിനൊരു തീരുമാനമൊക്കെ പറ്റൂ. നീങ്ങുവാ. അങ്ങനെ പറഞ്ഞ പ്രിയങ്കേനെയും കൂട്ടി നേരെ ദേവൻ്റെ യശോദയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അവരുടെ വാതിൽ തട്ടി വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ കിടന്നിരുന്ന ദേവനും യശോദയും എണീറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുവാ. അന്നേരം ദേവൻ ചോദിക്കണേ, എന്താ ഇത്? മനുഷ്യനൊന്നും കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ? ദേവ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ഇപ്പോൾ സംസാരിക്കാനുള്ളത്? ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളൊരു ഭാരമാണല്ലോ. നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെയാണല്ലോ. ഞങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭാരമായിട്ട് ഇനി ഇവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ രണ്ടാളും ഇവിടെ നിന്നും പോകുക. അതേക്കുന്നതും ദേവ ചോദിക്കണേ, അല്ല, അപ്പോൾ പ്രിയങ്കയുടെ കൂടെ വിദേശത്തേക്ക് പോകാൻ അമ്മക്ക് അവസരം കിട്ടിയോ? ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? അന്നേരം ദേവനോട് സുകുമാരി പറയണേ, അല്ല, ഞങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ, അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാക്കണമല്ലോ. പ്രിയങ്ക നിൻ്റെ ഇവരുടെ മോളല്ലേ? അങ്ങനെയുള്ളപ്പോൾ പ്രിയങ്കക്കും ഈ കുടുംബത്തിലും സ്വത്തിലുമൊക്കെ അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് നിൻ്റെ പേരിലുള്ള സ്വത്തുക്കളിൽ പ്രിയങ്കക്കുള്ള അവകാശം എന്താണെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അതേക്കുന്നത് യശോദ ചോദിക്കണേ, അല്ല, അമ്മ പറയുന്നത് കേട്ടാത്തൊന്നുമല്ലോ, ഡേവിഡിൻ്റെ പേരിലെന്തോ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് അമ്മക്കറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്നേരം പ്രിയങ്ക പറയണേ, അല്ല, അച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളല്ല ഞാൻ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കളുടെ എല്ലാം അവകാശം എനിക്കല്ലേ? അതുകൊണ്ട് എൻ്റെ പേരിലേക്ക് ഈ വീട് സ്ഥലവും എഴുതി തന്നേക്കും. പിന്നീട് നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ല. അന്നേരം സുകുമാരി പറയണേ, അതെ, ഈ വീട്ടിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തിൻ്റെ കാര്യത്തിലും അവകാശത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് കേട്ടിട്ട് ദേവൻ പറയണേ, അല്ല, അച്ഛൻ്റെ അമ്മയുടെയും സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശമുണ്ട്. അതമ്മ പറയുന്നത് നേരാണ്. പിന്നെ ഈ വീട് എൻ്റെ യശോദയുടെ പേരിലാണ് ഉള്ളത്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഒരു സംശയത്തിന് ഉത്തരം തരണം. ഈ പ്രിയങ്ക ഞങ്ങളുടെ രണ്ടുപേരുടെ മോളാണെന്നതിനുള്ള എന്താ തെളിവ്? അതേക്കുന്നത് പ്രിയങ്ക ചോദിക്കണേ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ മോളാണെന്നതിന് തെളിവെന്തിനാ? അതച്ഛനും നമുക്കറിയില്ലേ? ഇല്ല, അറിയില്ല. അതല്ലേ ഞങ്ങൾ ചോദിച്ചത്. മക്കളുടെ കാര്യത്തിൽ അമ്മമാർ പറയുന്നതാണല്ലോ അവസാന വാക്ക്. യശോദേ, താൻ പറ, ഇവിടെ നമ്മുടെ മകളാണോ? അന്നേരം യശോദ പറയണേന്, എനിക്ക് ഇങ്ങനൊരു മകളില്ല. എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, അത് രാധികയാണ്. അത് കേൾക്കുന്നത് പ്രിയങ്കക്കും മുത്തശ്ശിക്കും അങ്ങ് ദേഷ്യം കയറുവാണ്. ഈ സമയം ദേവൻ പറയണേ, അല്ല, നിങ്ങളിനി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കുകയോ സത്യം എന്താണെന്ന് വെച്ചാൽ തെളിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്തോ. ഞങ്ങൾ കോടതിയിലോ എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷി പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. എവിടെ പോയാലും ഞങ്ങളുടെ മറുപടി ഇത് തന്നെയായിരിക്കും. തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. അതേക്കുന്നത് മുത്തശ്ശി ചോദിക്കണേ, ഓ അത് ശരി, അപ്പം നീ പഴയ കാര്യങ്ങളെല്ലാം വെച്ച് പകരം വിട്ടുവാണല്ലേ? അന്നേരം ദേവൻ പറയണേ, ഇത്തരം നാളും അമ്മയും ഇവളും കൂടി ചേർന്ന് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടിയില്ലേ? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേസ് കൊടുക്കലും മറ്റുമായിരുന്നല്ലോ. ഞങ്ങൾ ഇനിയിപ്പോൾ വെറുതെ ഇരിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല.
തിരിച്ച് എന്തേലുമൊക്കെ ഞങ്ങളും ചെയ്യണ്ടേ? അതെ, ഇനി എൻ്റെ പേരിലോ ഈ വീടിൻ്റെ പേരിലോ ഞങ്ങളുടെ പേരിലോ സ്വത്തിൻ്റെ പേരിലോ അവകാശം ചോദിച്ച് രണ്ടും എൻ്റെ മുമ്പിലേക്ക് വന്നേക്കരുത്. ഈ പറഞ്ഞതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ പണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയാം. നിങ്ങൾ എങ്ങനെ പടം കെട്ടിയാലും എനിക്കതൊരു വിഷയമല്ല. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി പൈസ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. യശോദേ, താൻ വന്നേ. അങ്ങനെ ഒരു റൂമിലേക്ക് തിരിച്ചു കയറാൻ തുടങ്ങുന്നത് മുത്തശ്ശി തടയണേ. അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. ഇതിനോട് തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ പോയാൽ മതി. അമ്മേ, മാറി നിൽക്കാൻ. അങ്ങോട്ട് മാറി നിൽക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് സുകുമാരനെ പിടിച്ചു തള്ളി മാറ്റുവാണ്. എന്നിട്ട് ദേവനും യശോദയും അകത്ത് കയറി വാതിലടക്കുവാൻ കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, അച്ഛനും അമ്മയും രണ്ടും കൽപ്പിച്ച മുത്തശ്ശി. നമുക്ക് ഒരു തുള്ളി പൈസ പോലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് മുത്തശ്ശി പ്രതീക്ഷിക്കണ്ട. അങ്ങനെ രണ്ടുപേരും അതും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ സമയം ദേവനാണെങ്കിൽ അകത്ത് സങ്കടത്തോടെ ഇരിക്കണേ. എന്തൊക്കെയാണ് നടക്കുന്നത്? സ്വന്തം മകനാണ് ഞാനെന്നുള്ള പരിഗണന പോലും അമ്മയ്ക്കില്ല. ഒന്നുമില്ലെങ്കിലും അസുഖങ്ങളും രോഗങ്ങളും ഉള്ളൊരു മകനല്ലേ, ഹൃദയം തുന്നിച്ചെടുത്ത് വെച്ചിരിക്കുകയല്ലേ, അതെങ്കിലും അമ്മ കൊടുത്തൂടെ? അന്നേരം യശോദ പറയണേ, അമ്മയ്ക്ക് ജയിക്കാനായിട്ട് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അന്നേരം മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നുള്ള നോട്ടമൊന്നുമില്ല. ദൈവത്തിനതറിയാവുന്നതല്ലേ. ദൈവത്തിന് ഇങ്ങനെ വിഷമിച്ചാലോ? ഇങ്ങനെ തളർന്നാൽ അവർ ജയിക്കുന്നത് പോലെ ആവില്ലേ? നമ്മളല്ലേ തളരാതെ പിടിച്ചു നിൽക്കേണ്ടത്. അന്നേരം ദൈവം പറഞ്ഞേ, നമ്മളിനി എന്ത് വിശ്വാസത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്? അവർ ചിലപ്പോൾ അവരാഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് നമ്മുടെ ജീവൻ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത്രയ്ക്കും ക്രൂര മനസ്സാണ് അവരുടേത്. അങ്ങനെയായി മാറിക്കഴിഞ്ഞു. അന്നേരം യശോദ പറഞ്ഞേ, ദേവേട്ട ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ, സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് ദേവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെ ഡോക്ടർ പരിശോധിക്കുന്നതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ശ്യാമയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുവാണ്. ഈ സമയം ഡോക്ടർ ആരതിയോടും അമൃതയോടും പറയണേ, മാഡത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, ശാരീരികമായിട്ട് പ്രശ്നമൊന്നുമില്ല, പ്രശ്നം മാനസികമാണ്. വല്ലാത്ത ടെൻഷനും ഭയവും ഒക്കെയാണ് മാഡത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്. ഉറക്കം തീരെയില്ലായിരുന്നു. അത് കാരണം ഞാൻ ഇഞ്ചക്ഷൻ വെച്ച് മയക്കി കിടത്തിയിരിക്കുന്നത്. തൽക്കാലം ആൾക്കിപ്പോൾ ആവശ്യം നല്ല റെസ്റ്റാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഈ മയക്കത്തിൽ നിന്ന് ഉണരാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ ഉണരുവാണെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് ഡോക്ടറും നഴ്സും കൂടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പാവം ശ്യാമ എങ്ങനെ വിഷമിക്കാതിരിക്കും? മകളെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ടും അവളോട് സത്യങ്ങൾ പോലും തുറന്നു പറയാൻ പറ്റാതെ അവൾ ആപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനും ചിന്തയുമൊക്കെ ആയിരുന്നു ശ്യാമയുടെ മനസ്സിൽ ഏതു നേരവും. എപ്പോഴും രാധികയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും മാത്രമേ ഉള്ളൂ. പാവം, അങ്ങനെയാണ് അവളിങ്ങനെ തളർന്നു പോയത്. സ്വന്തം മകളെ ഇങ്ങനെ മുഖംമൂടിയുടെ പിന്നിൽ നിന്ന് സ്നേഹിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ വിഷമം എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അന്നേരം ആരതി പറഞ്ഞേ, എനിക്കറിയാം, ചെറിയമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ല വല്യമ്മേ, ഈ വിവരം നമുക്ക് രാധികനെ വരണേ വിളിച്ചറിയിക്കേണ്ടേ? വേണ്ട, രാധിക മോൾ അറിഞ്ഞാൽ അവൾക്കിത് വല്ലാത്ത സങ്കടമാകും. അവൾക്കിത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ശരിയാ വല്യമ്മ പറഞ്ഞത്, അവൾക്കിത് സഹിക്കാൻ പറ്റില്ല. തൽക്കാലം പറയണ്ട അല്ലേ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കട്ടോ രാധിക ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ദേ പറഞ്ഞു തരുന്നില്ല, അപ്പോഴേക്കും രാധികയാണ് വിളിക്കുന്നത്. അതങ്ങനെ വരുള്ളൂ. ശ്യാമയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു തളർച്ച തോന്നിയാൽ പോലും അത് രാധിക നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് അടുപ്പമാണ് ഇവരുടെ രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിൽ. എന്നാൽ ശരി, ഞാൻ എന്താണെങ്കിലും ഫോൺ എടുക്കാം. അങ്ങനെ പറഞ്ഞ് ആരതി കോൾ അറ്റൻഡ് ചെയ്യുവാം. ഹലോ, അല്ല ഇതാരാ? ഫിദാമ്മയുടെ എവിടെയാ? ഞാൻ ആരതിയാ. ആ ചേച്ചിയാണോ? ഫിദാമ്മയുടെ എവിടെ? മേഡം എന്താ ഫോൺ എടുക്കാത്തത്? മേഡം നേരത്തെ കിടന്നുറങ്ങിയോ? ആ, ഇന്ന് ഫിദാമ്മേഡം കുറച്ച് നേരത്തെ ഉറങ്ങി. ആണോ? വിളിക്കണോ? വേണ്ട, മാഡം ഉറങ്ങുമല്ലേ, ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഞാനേ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കണ്ടു. ഫിദാമ്മേടത്തെ സ്വപ്നം കണ്ടത്. അപ്പം മുതൽ ഫിദാമ്മേടത്തിന് എന്തോ ഒരു അസ്വസ്ഥത ഉള്ള പോലെ എനിക്ക് തോന്നി. എനിക്കൊരു സമാധാനം കിട്ടിയില്ല. അതാ ഞാൻ വിളിച്ചത്. അന്നേരം ആരതി വരണേ, ആണോ? അത് പിന്നെ രാധികയെ ഫിദാമ്മേടത്തിന് ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് കഴിച്ച് നേരത്തെ കിടന്നതാ. രാധിക വിഷമിക്കൊന്നും വേണ്ട, നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം മാറിക്കോളും. രാധിക കിടന്നുറങ്ങിക്കോ. ആരതി ചേച്ചിയോടെ ഉണ്ടല്ലോ, അതായത് ധൈര്യം. എന്നാലും ഞാനിപ്പോൾ ഉറങ്ങാനൊന്നും പോകുന്നില്ല, നേരെ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഫിദാമ്മേടത്തിൻ്റെ കോൾഡെല്ലാം പെട്ടെന്ന് തന്നെ മാറി നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാ അസുഖവും മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ രാധിക ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം ആരതി പറയണേ, വല്യമ്മ പറഞ്ഞത് ശരിയാ, രാധിക ചെറിയമ്മയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടു വിളിച്ചതാ, പാവം. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ഒരുങ്ങി പുറത്തേക്ക് പോകാൻ റെഡിയാകുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കാൻ പെട്ടെന്ന് കയറി ചെന്നാൽ അതിനുള്ള അവസരമൊക്കെ കിട്ടുമോ? അറിയില്ല മുത്തശ്ശി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പൈസ ഉണ്ടാക്കണ്ടേ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തണ്ടേ? ശരി ശരി, അവിടെ ചെന്ന് എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. നീ തന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി എൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശീനെയും കൂട്ടി പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ദേവൻ ചോദിക്കണേ, അല്ല എങ്ങോട്ടാ രണ്ടാളും കൂടി? ഈ സമയം യശോദ ചോദിക്കണേ, അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അച്ഛനോ? ഏതച്ഛൻ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എനിക്കിവിടെ ആരുമില്ലെന്ന്.
ഞാൻ അനാഥയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? അന്നേരം ദേവൻ സുകുമാരിയോട് ചോദിക്കണേ, അല്ല അമ്മ, അപ്പോൾ ഇവളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അത് കേട്ട് സുകുമാരി ചോദിക്കണേ, അമ്മയോ? ആരുടെ അമ്മ? നീയല്ലേ ഇന്നലെ പറഞ്ഞത് പ്രിയങ്ക നിങ്ങളുടെ രണ്ടുപേരുടെ മകളല്ലെന്ന്? ഒരമ്മ പറഞ്ഞ അതിന് പിന്നെ മറ്റൊരു തർക്കമില്ലെന്ന് നീ പറഞ്ഞില്ലേ? അതുപോലെ ഞാനിപ്പോൾ പറയുക, നീ എൻ്റെ തന്നെ മോനാണെന്ന് എന്താ തെളിവ്? തെളിവൊന്നുമില്ലല്ലോ. നീ എന്താ വിചാരിച്ചത്? നീ എന്നെ അങ്ങ് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു വിളിച്ച് നിന്റെ പിന്നാലെ വരുമെന്നോ? നിനക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട, അത്രേ ഉള്ളൂ. വാ മോളെ. അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്കനെയും കുട്ടി മുത്തശ്ശി എവിടെ നിന്നും പോകുവാണ്ടോ. അങ്ങനെ ദേവനാക്ക് തളർന്നിരിക്കുവാണ്. ഈ സമയം യശോദ ദേവനെ ആശ്വസിപ്പിക്കുക, ദേവേട്ട, അമ്മയുടെ സ്വഭാവം ദേവേട്ടന് അറിയാവുന്നതല്ലേ? ദേഷ്യം എന്നാൽ പിന്നെ മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മോനാണോ എന്താണ് എന്നുള്ള ഒരു ചിന്തയും ബോധവും അമ്മയ്ക്കില്ല. യശോദേ, ഞാൻ കുറച്ച് നാൾ മുമ്പത്തെ കാര്യമൊക്കെ ഓർക്കുമായിരുന്നു. ഇവിടെ ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുടുംബ പ്രശ്നം മറ്റോ ഉണ്ടായാൽ മധ്യസ്ഥം വിളിക്കാനായിട്ട് എല്ലാവരും കൂടി എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതൊക്കെ കണ്ട് എത്ര നാൾ ഇങ്ങനെ ജീവിതം തുടരും? ഇങ്ങനെ കട്ടും കേട്ടും എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റും? മനസ്സൊക്കെ ആകെ കൈവിട്ട അവസ്ഥയിലാണ്. അങ്ങനെ സങ്കടത്തോട് ദേവനോരൊന്ന് പറയുവാണ്ടോ. അതൊക്കെ കേട്ട് യശോദയും എന്ത് പറഞ്ഞ് ദേവനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ മനസ്സ് വിഷമിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ആരതിനെയും അമൃതിനെയുമാണ്. അന്നേരം ഡോക്ടർ പറയണേ, ഞാൻ പറഞ്ഞല്ലോ ശ്യാമ മാഡത്തിൻ്റെ മാനസികാരോഗ്യം വളരെ തകർന്ന അവസ്ഥയിലാണ്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കാര്യം. സ്വന്തം മകളെ കൺമുമ്പിൽ കെട്ടിട്ടും ആ കുട്ടിയുടെ സത്യങ്ങളൊന്നും പറയാതെ സ്നേഹമെല്ലാം മനസ്സിലൊളിപ്പിച്ച് ഒരു മറയുടെ സഹായത്തോടെ മോളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നതിൻ്റെ മാനസിക സംഘർഷവും അതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ തന്നെയാണ് ശ്യാമ മാഡത്തിൻ്റെ മനസ്സിൽ. അതാണ് മാഡത്തെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്ന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ മാഡത്തിൻ്റെ അവസ്ഥ കൂടുതൽ മോശമാകും. ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് തന്നെ അവസ്ഥ പോയിന്ന് വരും. പിന്നെ അതിൽ നിന്നൊരു റിക്കവറി അത് ഭയങ്കര പ്രയാസമാണ്. അത് കേൾക്കുന്നതും അവർ രണ്ടും ടെൻഷനാകുവാണ്. അന്നേരം ആരതി പറയണേ, ചെറിയമ്മേനെ ഒരിക്കലും ഞങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ രാധികയോട് ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാം. അമ്മേനെയും മകളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അതൊക്കെ നടത്തുന്നത് കൊള്ളാം. അതിനൊപ്പം തന്നെ ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുന്നത് മറ്റൊരു ഷോക്കിൽ പോയി കലാശിക്കാനും പാടില്ല. കാര്യങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്ന് ഡോക്ടർ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശരത്ത് ആരുടെയോ കാറിൽ വന്നിറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ ശരത്ത് അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുന്നുണ്ട്. ഇതേ സമയം അതേ ഭാഗത്തുകൂടി തന്നെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുമായിരിക്കും. അന്നേരം ഒരിക്കും പെട്ടെന്ന് പ്രിയങ്ക ശരത്തിനെ കാണുന്നതും മുത്തശ്ശിയും കൊണ്ട് പ്രിയങ്ക കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കുവാണ്. എന്നിട്ട് ശരത്തിനെ നോക്കി ശരത്ത് തന്നോട് ചെയ്ത ചതീൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓർത്ത് കലി പൊട്ടി നിൽക്കുന്ന പ്രിയങ്കനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ശരത്തിൻ്റെ കൈയോടെ തന്നെ പിടികൂടാൻ തീരുമാനിക്കുവാണ്. അവർ ശരത്തിൻ്റെ പിന്നാലെ തന്നെ പോകുവാണ്. ഒരവസരം കിട്ടുമ്പോഴേക്കും മുത്തശ്ശിയും പ്രിയങ്കയും കൂടെ കയ്യിലൊരു വടികഷ്ണമൊക്കെ എടുത്ത് ശരത്തിനെ അടിച്ചു വീഴ്ത്തുവാണ്. അങ്ങനെ പ്രിയങ്ക തന്നോട് കാണിച്ച ചതീൻ്റെ പകരം വീട്ടാനായിട്ട് വടികൊണ്ട് തലങ്ങും വിലങ്ങും ശരത്തിനെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ശ്യാമേനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അന്നേരം ആരതിയും അമൃതയും കൂടി ശ്യാമയെ ആശ്വസിപ്പിക്കാനും ശ്യാമയെ സന്തോഷിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം അമൃത പറയുവാണ്, ശ്യാമയുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. പക്ഷേ രാധികയുടെ മനസ്സൊന്ന് മാറുന്നത് വരെ ശ്യാമ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അധികം വൈകാതെ തന്നെ നിങ്ങൾ അമ്മയും മോളും തമ്മിൽ ഒന്നിക്കും, ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പിന്നീട് ശ്യാമ നേരെ അഖിലിൻ്റെ ഫോട്ടോയുടെ അരികിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ തൻ്റെ മനസ്സിലെ സങ്കടം മുഴുവൻ അഖിലിനോട് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് കൽപ്പനക്കും ഉർവശിക്കിട്ടും ഒരു 8ൻ്റെ പണി കൊടുക്കുന്ന രാധികേനെയും പത്മിനിനെയും മുത്തശ്ശീനെയാണ് കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് മാവിങ്ങനെ അമ്മിയിലിട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അതിരികല്ലിലിട്ട് കഷ്ടപ്പെട്ട് മാവ് കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജയഭാരതി അമ്മയും പത്മിനിയും രാധികയും ഒക്കെ. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് പ്രൊമോകൾ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്